എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി സ്പെഷ്യൽ വീഡിയോ ആണ് ആടുജീവിതം ദ ഗോഡ് ലൈഫ് സിനിമയുടെ കുറച്ച് പോയിന്റ്സുകൾ ഞങ്ങളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യം ഈ സിനിമയിൽ നമുക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, അതിൽ ഈ ബ്ലെസ്സി 16 വർഷം ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. ഇതിൽ സൂക്ഷ്മത, അതായത് ബ്ലെസ്സി ഈ സിനിമക്ക് കൊടുത്തിരിക്കുന്ന സൂക്ഷ്മത അത് പലയിടങ്ങളിലും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നിയൊരു സംഭവം തന്നെയായിരുന്നു സിനിമ കണ്ടപ്പോൾ, എന്തൊരു സൂക്ഷ്മമായിട്ടാണ് ഓരോ സംഭവം ഇതിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അതായത് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകുമ്പോൾ മറ്റുള്ള സാധനങ്ങളൊന്നും മിസ്സാവാണ്ട്, സാധാരണ സംഭവിക്കാറില്ല, അടുത്ത ഷോട്ടിൽ വരുമ്പോൾ അതവിടെ കാണൂല. അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഓരോ ഷോട്ടുകളും കറക്റ്റ് ചെയ്തിട്ടാണ് ആള് പോയിട്ടുള്ളത്. ചെറിയ മിസ്റ്റേക്കുകളില്ലേ, അതിന് പോലും ഒരു സാധ്യത കൊടുത്തിട്ടില്ല ഇതുവരെ. നമുക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. ഒന്ന്, നജീബ് എന്ന കഥാപാത്രം, ആളുടെ ലുക്ക്, ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പൃഥ്വിരാജും കൊടുത്തിട്ടുണ്ട് സൂക്ഷ്മത. എന്നാൽ ഈ ക്യാരക്ടറിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, അതിന് കൊടുത്തിരിക്കുന്ന സൂക്ഷ്മത അത് ബ്ലെസ്സിയുടെ കുറച്ച് വർഷങ്ങളുടെ പ്രയത്നം തന്നെയാണ്. ആൾ അത്രത്തോളം റിസർച്ച് ചെയ്ത് എന്തായിരിക്കും ഒരു മരുഭൂമിയിൽ ഒരു മനുഷ്യൻ ഇതുപോലെ പെട്ടുപോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളതൊക്കെ പഠിച്ച് അതിന് ശേഷം അതിനനുസരിച്ചാണ് ഈ കഥാപാത്രത്തിൻ്റെ സൃഷ്ടി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ആൾക്ക് വരണം എന്നുള്ളത് കറക്റ്റ് പഠിച്ചു വെച്ചിട്ട് തന്നെയാണ് സംഭവം ചെയ്തിട്ടുള്ളത്. അത് എന്താ അത്ര ബുദ്ധിമുട്ടെന്ന് ചിലർക്കൊക്കെ തോന്നിയേക്കാം. കാരണം നമ്മളിത് ഫസ്റ്റ് കണ്ട് ലാസ്റ്റിലേക്ക് അവസാനിക്കുന്നു, അങ്ങനെയല്ലല്ലോ സിനിമ ചെയ്തു വെക്കുന്നത്. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കാം ആദ്യം ഷൂട്ട് ചെയ്യുന്നത്, പിന്നെ അതിലെ മറ്റൊരു സാഹചര്യത്തിൽ പിന്നീട് ഷൂട്ട് ചെയ്യും. അപ്പോൾ ഇത് ഈ കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് വരണം. അപ്പോൾ അത് മൊത്തത്തിൽ എല്ലാം ശരിയായി വരിക എന്ന് പറഞ്ഞാൽ അത്രത്തോളം സൂക്ഷ്മമായി ഇത് ചിന്തിച്ച് കറക്റ്റ് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് കറക്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇതിൽ കാൽപ്പാടുകൾ, മണലിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് തൊട്ടാൽ പോലും ചെറിയൊരു പാട് വരും. അത് ശരിയായ രീതിയിൽ മനസ്സിലാവും ചെയ്യും. കാരണം അങ്ങനെയുള്ള മരുഭൂമികളാണ് ഇതിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ അതായത് നല്ല വെളുത്ത കളറിലുള്ള മണലുള്ള, അതും ഒരു ഷോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റ് ഷോട്ടല്ല, ലോങ് ഷോട്ടൊക്കെ എടുക്കുമ്പോൾ എടുക്കുന്ന അതിനകത്ത് നമ്മൾ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ട്. ഇവർ രണ്ടുപേരും വീണ് കഴിഞ്ഞിട്ട് ഈ ഇബ്രാഹിം ഖാദറി എന്ന് പറഞ്ഞ ആള് തിരിച്ചു വരുന്നൊരു സാധനം, ആള് മുന്നിൽ നടന്ന് തിരിച്ചു വരികയാണ്. അതെ, അതിനുശേഷം ഒരു ലോങ് ഷോട്ട് വെക്കും. അപ്പൊ അതിൽ കറക്റ്റ് നടന്നു പോയത് തിരിച്ചു വന്നതിന്റെ കാൽപ്പാടുകളൊക്കെ അത്രത്തോളം സൂക്ഷ്മമായി ചെയ്തിട്ടുണ്ട്. അതും അവര് നടന്ന് 3 പേര് കയറി വരുന്നിടത്തുനിന്നുള്ള കാൽപ്പാടുകൾ, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കറക്റ്റ് ആയിട്ടാണ് ചെയ്തു പോയിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞോളൂ, ഈ കണ്ടിന്യൂറ്റിന്റെ കാര്യം പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം, അതായത് നഖം നീട്ടി വളർത്തുന്ന കാര്യം, പിന്നെ മുടി, താടി നമുക്കറിയാം, താടിയൊക്കെ അങ്ങനെ തന്നെ നിർത്തിയൊക്കെ കളറ്, പിന്നെ താടിയില് ജട പിടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, കട്ടി കൂടുന്നത്, അതൊക്കെ അങ്ങനെ മാറ്റം വരുന്നതൊക്കെ ഒരു രക്ഷയില്ല. അത് എല്ലാവർക്കും ക്രെഡിറ്റ് ഉള്ളതാണെങ്കിലും ഈ സൂക്ഷ്മത എപ്പോഴും ആരുടെ കയ്യിലാണ് വേണ്ടത്? ബ്ലെസ്സിയുടെ കയ്യിലാണ് വേണ്ടത്. അതിന് ഒരു 100% മാർക്ക് ബ്ലെസ്സിക്ക് തന്നെ കൊടുക്കണം. ആ ഒരു കണ്ടിന്യൂറ്റി വിടാതെ ആ ഒരു സിനിമയുടെ ഓരോ ചെറിയ ഭാഗങ്ങൾ പോലും നോക്കി അത്ര കൃത്യമായിട്ട് ചെയ്തു തരും. അതിന് എന്തായാലും കയ്യടി അർഹിക്കുന്നത് ഒന്നാമത്തെ ആള് ബ്ലെസ്സി തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിന്റെ റിവ്യൂ ഇട്ടതിന്റെ പുറകെ ഉള്ള വീഡിയോസിലൊക്കെ കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇബ്രാഹിം ഖാദറി എന്ന് പറയുന്ന ആഫ്രിക്കക്കാരനെ കാണിക്കുന്നുണ്ട്, അയാൾ പിന്നെ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം. അത് ചിലർക്കാണ് ആ സംശയം ഉള്ളത്. അതെ, അപ്പോൾ അവര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഹക്കീമിന്റെ ഒരു സംഭവം, ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെയാണ് ഈ കമന്റ്സ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇബ്രാഹിം ഖാലിദി എന്ന കഥാപാത്രം എവിടെ പോയി, ആൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ ഞങ്ങൾക്ക് തോന്നിയത്. അതായത് ഇബ്രാഹിം ഖാദറി എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ക്രിമിനലാണ്. ആള് ഒളിവി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്ക് നജീബും ഹക്കീമും അനുഭവിക്കുന്നതിൻ്റെ അപ്പുറം ആൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ആൾക്ക് വേറൊരു രക്ഷല്ല, ഇനി ആൾക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധമല്ലോ. എന്നാൽ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും അറിയാം. ഇയാള് എങ്ങനെയോ രക്ഷപ്പെട്ട് എവിടെയൊക്കെയോ പോയി ജീവിക്കുന്ന ഒരാളായിട്ടാണ് നമുക്ക് തോന്നിയത്. അതെ, പോലീസ് പിടിച്ച് ആളെ മേ ബി എന്താണ് ആൾ ചെയ്തതെന്ന് അറിയില്ല. ആളുടെ ശിക്ഷ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് മരണശിക്ഷ വരെ കിട്ടാവുന്ന എന്തോ ഒരു വലിയ തെറ്റാണ് ആൾക്ക് ഉള്ളത്. അപ്പോൾ ആള് ജീവൻ പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഈ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആള് ഒളിവ് താമസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ പലരെയും രക്ഷിക്കാനായിട്ട് നടക്കുന്ന ഒരു നല്ല മനുഷ്യനായിട്ടും കൂടി ആളെ ഇതിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആൾക്കെല്ലാം അറിയാം എവിടെ വെള്ളം ഉള്ളതെന്ന് അറിയാം,
എത്ര പോയാൽ റോഡ് എത്തും എന്നുള്ളത് അറിയാം. അങ്ങനെ എത്തി ആളെ സേഫാക്കി അവിടെ എത്തിയതിന് ശേഷം ആള് വീണ്ടും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഇതുപോലെ ഒളിവ് ജീവിതം നയിക്കാൻ വേണ്ടി ആൾ തിരിച്ചു പോവുകയാണ്. ആളുടെ മുന്നിൽ, അതായത് നജീബിന് ഇനി ഇത്ര ദൂരം കൂടിയേ ഉള്ളൂ റോഡിലേക്ക് എത്താൻ എന്നുള്ളതാവുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് ആള് അപ്രത്യക്ഷമായിട്ട് പോവുകയാണ്. ആള് വേറെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. ഇനി മറ്റൊരു ആടുജീവിതം നയിക്കുന്ന വേറൊരാളെ രക്ഷിക്കാൻ ആള് പോകുന്നുണ്ടാവാം. അത് അങ്ങനെ ഒരാളായിട്ടാണ് കാണിച്ചത്. അല്ലെങ്കിൽ ആള് വേറെ എവിടെയെങ്കിലും ജീവിക്കുന്നതായിട്ടുണ്ടാവും. എന്താണെങ്കിലും അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ, ഇബ്രാഹിം ഖാദ്രി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച്. ഈ റോഡ് എത്തുന്നതിന് മുൻപ് ആള് പിൻവാങ്ങുന്നു. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് പ്രശ്നമാണ് തീർച്ചയായിട്ടും. അപ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട്, അതായത് ആൾക്കും ഇതിന്റെ കൂടെ രക്ഷപ്പെടാനായിട്ട് വന്നതല്ല ആളൊരിക്കലും ഇവരുടെ കൂടെ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് പോരുന്നതല്ല. ആൾ അത്രത്തോളം ആൾക്ക് അവിടെ പരിചയം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആള് ഏതെങ്കിലും ഒരു ഫാമില് അവിടെ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരാളല്ല. ആൾക്ക് സ്വന്തമായിട്ട് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് ആ മരുഭൂമിയിൽ മാത്രം. അതെ, എന്താണെങ്കിലും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞങ്ങളുടെ അറിവ് വെച്ചിട്ട് കേട്ടോ, ഞങ്ങൾക്ക് തോന്നിയതാണ്. അതെ, എന്താണെങ്കിലും ഇതിനേക്കാളും ഒക്കെ സംഭവം ഒരു എന്താ പറയാ, ഒരു കോമഡി ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് സ്ഥലത്ത് വന്ന കമന്റ്സ് പോസ്റ്റുകള്, പിന്നെ അതുപോലെ റിവ്യൂ, ബ്ലൂ സെട്ടന്മാരനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളുടെ റിവ്യൂ കേട്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം ആള് പറയാണ് മരുഭൂമിയില് പുല്ലെവിടെ, അവിടെ എന്തിനാ ആടിനെ തീറ്റാൻ കൊണ്ടുപോകണം, എന്തിനു കൊണ്ടുപോകണം, എന്താ ഇങ്ങനെ പറയുന്നവരോട് എന്താ തിരിച്ച് പറയണ്ടെന്ന് അറിയില്ല. അതായത് നോവല് വായിച്ചിട്ടില്ല, ഓക്കെ, നോവല് വായിക്കണ്ട, അത് വിട്ടേക്ക്. നമ്മൾ സിനിമ മാത്രം എടുത്താലും സിനിമയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് അവിടെ ആടും മനുഷ്യനും ഒക്കെ ഫുഡ് കഴിക്കുന്നത് എന്നുള്ളത്. അവിടെ മനുഷ്യന് എവിടുന്ന ഫുഡ് വരുന്നത്? പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ആടുകൾക്ക് ഒട്ടകങ്ങൾക്ക് പുല്ല്, തീറ്റ, എല്ലാം, വെള്ളം വരെ അവിടെ കൊണ്ടുവന്ന് മറ്റേ ടാങ്കിൽ നിറയ്ക്കുകയാണ്. അതിനകത്തു നിന്നാണ് ഈ നജീബ് പോലും വാരി തിന്നുന്നതായിട്ട് കാണിക്കുന്നത്. ഈ ആടിന് കൊടുക്കാനുള്ള തീറ്റയും ഇതൊക്കെ അവിടുന്ന് പുല്ല് കഴിക്കുന്നു എന്നുള്ളതാണുള്ളൂ. ആടുകൾ നല്ല എല്ലാ മൃഗങ്ങളും നടക്കണം, ഓടണം, ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഇതുങ്ങൾക്കൊക്കെ ഒരു എന്താ പറയാ ജീവൻ എന്ന് പറയുന്ന സാധനം നിർത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. അല്ല ഒരു മൂലയ്ക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അതവിടെ കടന്നു പോവുള്ളൂ. നമ്മളിപ്പോ ആടുജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ. നമ്മൾ അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ റൂമിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു പണിയും ചെയ്യാതിരുന്നാൽ അങ്ങനെ ഉണ്ടാവും. പുറത്തിറങ്ങി നടന്ന് എക്സസൈസ് ഒക്കെ ചെയ്താലല്ലേ നമ്മുടെ ശരീരത്തിൽ അതുപോലത്തെ സംഭവം ചെയ്യുന്നതാണത്. അല്ലാണ്ട് മരുഭൂമി മണല് തീറ്റാൻ കൊണ്ടുപോകണതല്ല. ഇതൊക്കെ എന്ത് ചിന്തിക്കണേന്നാണ് മനസ്സിലാകുന്നത്. ഇതൊക്കെ ഒരു സിനിമയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ നിന്ന് ഇത് ഇവർക്കൊക്കെ സിനിമയിൽ ഇങ്ങനെ പറയണമായിരുന്നു തോന്നുന്നു. ആ തുടക്കം തന്നെ അതായത് ഏതെങ്കിലും കഥാപാത്രം പറയണമായിരുന്നു മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് ഫുഡ് തീറ്റാനല്ല, ഓടിക്കാനാണ്, അതായത് എക്സസൈസ് ആണ്, ഫുഡ് ഇവിടെ വേറെ വരുന്നുണ്ടല്ലോ എന്ന് പ്രത്യേകം പറയണമായിരുന്നു. വിഷ്വലി സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ദൃശ്യമാണ് അതിൽ കൂടുതൽ സംസാരിക്കുക. ഡയലോഗ് പിന്നെയാണ്. ഡയലോഗൊക്കെ ഈ സിനിമയിൽ എത്ര കുറവാ. ആരാണ് അതിൽ കൂടുതൽ സംസാരിക്കുന്നത്? നജീബൊക്കെ തന്നെ സംസാരിക്കുന്നത് തുടക്കത്തിലും ലാസ്റ്റിലും ഉള്ളത് മാത്രമേ ഉള്ളൂ, സംസാരിക്കുന്നില്ലല്ലോ. പിന്നെ ആൾക്ക് ശരിയായ രീതിയിൽ ലാംഗ്വേജ് പോവുകയാണ്. പിന്നെ ആള് പറയുന്നത് എന്താ, ബാക്കി വെച്ചത് ശബ്ദം മാത്രമെന്നാണ്. ശബ്ദം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്, അല്ലാതെ ഭാഷ എന്നല്ല ആള് പറയുന്നത്, ശബ്ദം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം മാറി. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതും ഈ എന്താ പറയാ, അതിനകത്താണ് ഇമ്മാരി ഡയലോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോട്ടെ, ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ വിളിച്ച് പറയരുത്. അത് കരിയർ കേട്ട ഏറ്റവും വലിയ പൊട്ടത്തരാണത്. എനിക്ക് വയ്യ. എന്താണെങ്കിലും സിനിമയുടെ കളക്ഷൻ ഭീകര കളക്ഷനാണ്. 2 ദിവസത്തെ കളക്ഷൻ വന്നിട്ടുണ്ട്. 30 കോടിയുടെ മുകളിലാണ് കളക്ഷൻ. അടിപൊളി. ഏറ്റവും വേഗത്തിൽ 50 കോടി കടക്കാൻ പോകുന്ന സിനിമയായിരിക്കും ആടുജീവിതം എന്നാണ് നമുക്ക് ഈ കളക്ഷൻ കണ്ടിട്ട് തോന്നുന്നത് കേട്ടോ. എന്താണെങ്കിലും വേറെ ലെവലാണ്. കേറട്ടെ, ഇനിയിപ്പം ഈസ്റ്റർ ലീവുകൾ തുടങ്ങുകയാണ്. 2-3 ദിവസത്തെ ലീവ് ഉണ്ടാവും. കളക്ഷൻ ഒറ്റയടിക്കാൻ കയറും. എന്തായാലും അതായത് വേഗത്തിൽ 50 കോടി 50ഉം 100ഉം ഒക്കെ എത്തുന്ന സിനിമയാകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം അത്രത്തോളം തിയേറ്ററുകൾ, സ്ക്രീന് എന്തായാലും സിനിമക്ക് ഉണ്ട് വേൾഡ് വൈഡ്. ബുക്ക് മൈ ഷോയിൽ തന്നെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കിയാൽ മാത്രം മതി. അതിന്റെ മാറ്റാണ്, ഡിഫറൻസ് മനസ്സിലാക്കണം. അതായത് 2ാം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ്. അത് 169K ആണ് ബുക്ക് മൈ ഷോയിൽ വിറ്റത്. എന്നാൽ ആടുജീവിതം 1ാം സ്ഥാനത്ത് എത്ര എന്നറിയോ?
274K. ഡിഫറൻസ് ഏകദേശം 1 ലക്ഷം ടിക്കറ്റിന് വ്യത്യാസത്തിലാണ് വരുന്നത്. അതെ. അപ്പം ഏതാണ് എന്നുള്ള അതൊക്കെ പോട്ടെ, അത് നമ്മൾ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അല്ല, അതൊക്കെ റെക്കോർഡുകളാണ്. അതെ, റെക്കോർഡുകൾ ഒരിക്കലും മാറും. ഇത് ഇങ്ങനൊരു സിനിമക്ക്, ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മൾ കയറിയിരിക്കുന്നു സിനിമക്ക്, നമ്മളൊരു പ്രത്യേക വൈബിലായിരിക്കുന്നത്, നമുക്കറിയാം ഇത് ഇന്ന സിനിമ ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാലോ. എങ്കിലും നമ്മളിത് കണ്ടിട്ട് പിന്നെ ഒരു മരവിപ്പോടെയാണ് ഇരിക്കുക. അവസാനം വരെ കൈയടിക്കാൻ മറക്കും. നമ്മുടെ ഇമോഷൻസ്, അതായത് നമുക്ക് കരയാൻ തോന്നുന്ന സാഹചര്യമുണ്ട്. ഞാൻ കരയാൻ മറന്ന ഒരാളാട്ടോ. ഞാൻ കരഞ്ഞത് ഒരൊറ്റ സമയത്താണ്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു വിളിക്കുന്ന സമയത്ത്, അതായത് ആൾ രക്ഷപ്പെട്ടു എന്ന് അറിഞ്ഞ് ആൾ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്താണ് ഞാൻ കരഞ്ഞത്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ റിലീഫായുള്ളൊരു ഇതുണ്ടല്ലോ, ഒരു സമാധാനം കിട്ടിയ സാഹചര്യമല്ലേ, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത്. എൻ്റെ ഉള്ളിൽ ഞാൻ കരഞ്ഞ ഒറ്റ സീനുള്ളൂ. ഉള്ളിൽ നല്ല കണ്ണീന്ന് വെള്ളം ഒഴുകിയ ഒരു സീൻ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹക്കീമും നജീബും കണ്ടുമുട്ടുന്നിടത്തെ ആ സീനും പറച്ചിലും ഉണ്ടല്ലോ, ശബ്ദം മാത്രം ഉള്ളൂടാന്ന് പറയുന്ന ഒരു സാധനം. ആ ഒരു ഡയലോഗില് അതിന്റെ ഡെപ്തും ആ ഒരു പറയുന്ന ഒരു വോയിസിന്റെ ഒരു സ്റ്റൈലും ഇതെല്ലാം കൂടി കേട്ടപ്പോഴത്തേക്കും കണ്ണു ശരിക്കും കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഇരുത്താണ്. ഈ സമയത്ത് ഞാനേ, അതായത് പ്രത്യാശയുടെ ഒരു വെളിച്ചം വന്നിരിക്കുകയാണ് ആ സമയത്ത്. അതായത് ഇനി അങ്ങോട്ട് മുന്നോട്ട്, അതായത് ഇവർക്ക് രക്ഷപ്പെടാനുള്ളൊരു ഇത്, ആ കണ്ടുമുട്ടലുണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടിയൊരു പ്രത്യേക ഫീലുണ്ട്. സത്യം, അതിലിങ്ങനെ മരവിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എന്താ പറയണ്ടെന്ന് അറിയില്ല. എന്താണെങ്കിലും റെക്കോർഡ് ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഈ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കണ്ണൂർ സ്ക്വാഡ് 128K ആണ് 3ാം സ്ഥാനത്തുള്ള. 2 ദിവസത്തിലുള്ള ബുക്കിംഗ് ആണ് ഈ പറയുന്നത് ബുക്ക് മൈ ഷോയിൽ. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെ ആയി മാറട്ടെ ആടുജീവിതം. നമ്മളും കട്ട വെയിറ്റിംഗ് ആണ്. ഇപ്പൊ നമ്മളിത് പറയുമ്പോഴൊക്കെ എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങൾ ഇത് കഥ മൊത്തം പറയാണ്. ശരിക്കും ഈ കഥ ഇതിനു മുന്നേ എല്ലായിടത്തും വന്ന സംഭവം തന്നെയാണ്. അത് മാത്രമല്ല, നോവൽ വായിക്കാത്തവരുണ്ട്, അപ്പൊ ഞങ്ങൾക്കത് സ്പോയിലർ ആവുന്നത്. ഒരിക്കലും സ്പോയിലർ ആവില്ല. അത് ഒരിക്കലും സ്പോയിലർ ആവില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടേതിൽ മാത്രമല്ല, ഇതിന്റെ ടീം പോലും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അവര് ഇത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പൃഥ്വിരാജും ബ്ലസ്സിയും എല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മാത്രമല്ല പറയുന്നത്. അത് ഇതിനി പറഞ്ഞാലും എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ വിഷ്വലിലൂടെയാണ്. അത് വേറെ ലെവൽ തന്നെയാണ്. അത് നിങ്ങൾക്ക് അത് കിട്ടുക തന്നെ ചെയ്യും സിനിമ കാണുമ്പോൾ. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.